പൂർണ്ണമായും പ്രിസിഷൻ ഫാമിംഗ് കൃഷി രീതിയാണ് നമ്മളിവിടെ ചെയ്തു പോരുന്നത്. ഡ്രിപ്പിലൂടെയുള്ള ഇറിഗേഷൻ സിസ്റ്റം, അതുപോലെ തന്നെ വെഞ്ചർ ഉപയോഗിച്ചിട്ടുള്ള ഫെർട്ടിഗേഷൻ സിസ്റ്റം ഒക്കെയാണ് നമ്മളിവിടെ ചെയ്തു പോരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പണികൾ എളുപ്പമാണ് കാര്യങ്ങളൊക്കെ. മാത്രമല്ല കൂടുതൽ പ്രൊഡക്ടിവിറ്റി മൾച്ചിങ് ഉപയോഗിച്ചിട്ടാണ് ആദ്യം നമ്മൾ നിലക്കൊരുക്കി മൾച്ചിങ്ങൊക്കെ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം പ്രൊഡക്ടിവിറ്റി നമുക്കുണ്ടാവുന്നതാണ്. ഞാനൊരു പ്രവാസിയായിരുന്നു. നാട്ടിൽ വന്ന് ആരും പണിയെടുക്കാതെ തരിശായിട്ട് കിടന്നിരുന്ന 10-30 ഏക്കർ സ്ഥലം ഞങ്ങൾ നെൽകൃഷി തുടങ്ങിയിട്ട് 10 വർഷമായിപ്പോൾ. നഷ്ടം ലാഭം നോക്കാതെ ഞങ്ങൾ അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ എനിക്ക് ആൾക്കാരോട് പറയാനുള്ളത്, കാശ് കൊടുത്ത് എക്സൈസ് സെൻറ്ററിൽ പോകുന്നതിനേക്കാൾ നല്ലത് സ്വന്തം ഭൂമിയിലോ പാട്ടത്തിനെടുത്ത ഭൂമിയിലോ അധ്വാനിച്ചാൽ അന്നവും കിട്ടും, ശരീരത്തിന് ആരോഗ്യം കിട്ടും. പൈതൃക കർഷക സംഘത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഈ പ്രദേശത്തെ ആളുകളുടെ ഭക്ഷണ രീതിയിൽ തന്നെ മാറ്റം വരുത്തുക എന്നുള്ളതാണ്. നെല്ലായാലും ഫലങ്ങളായാലും പിന്നെ കായ്ക്കനികളായാലും എല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇനി വെള്ളം കയറിയിട്ട് നെല്ലൊന്നും ചെയ്യാൻ കഴിയാത്ത അവസരത്തിൽ ഞങ്ങൾ അപ്പുറത്ത് പപ്പായ ഉണ്ട്, പിന്നെ ഇഞ്ചി, മഞ്ഞൾ, ഇങ്ങനെയുള്ള കൃഷികൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. എല്ലാ മേഖലയിലും നമുക്ക് പിന്നെ നല്ല സാധനങ്ങൾ നമ്മുടെ നാട്ടുകാരനോട് തീറ്റിക്കുക എന്നുള്ളതാണ്. ഈ സംവിധാനം എല്ലാ പഞ്ചായത്തുകളിലും ഓരോ കൂട്ടായ്മ രൂപീകരിച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ ഈ പ്രദേശത്തെ മാരകമായ അസുഖങ്ങൾക്കൊക്കെ ശമനം ഉണ്ടാകുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു 4-5 വർഷമായിട്ട് നമ്മുടെ നാട്ടുകളിൽ അങ്ങനത്തെ പിന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ വളരെ കുറവാണ്. നമുക്ക് പ്രത്യേകിച്ച് നമ്മളായിട്ട് സഹകരിക്കുന്ന ആളുകൾക്കൊക്കെ നമ്മളിത് പിന്നെ ഇനി പൈസ ഇല്ലാത്ത ആളുകൾക്ക് നമ്മൾ ഫ്രീ ആയിട്ടും സാധനങ്ങൾ കൊടുക്കാറുണ്ട്. കാരണം നല്ല ഭക്ഷണം കഴിക്കട്ടെ എന്നുള്ള നിലയ്ക്ക് ഒരു ഭക്ഷണ സംസ്കാരം വാർത്തു കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ഇതിൻ്റെ ലക്ഷ്യം. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.